ഇത് എൻ്റെ ഫസ്റ്റ് IBC ടാങ്ക് വെച്ചുള്ള പ്രൊജക്റ്റാണ്. ഒരു ഇൻറ്റൻസീവ് ഫാമിങ്ങിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഫിൽട്ടർ സിസ്റ്റമാണ്. യൂട്യൂബിലെ വീഡിയോയും പിന്നെ അത്യാവശ്യം കേട്ടറിവും വെച്ചുണ്ടാക്കിയതാണ്. കഴിഞ്ഞൊരു 1.5 ആഴ്ചയായി വർക്ക് ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു. ഉണ്ടാക്കിയ സ്റ്റേജിലെടുത്തൊരു വീഡിയോ ആണ്. ക്ലിപ്പുകൾക്ക് ക്ലാരിറ്റി കുറച്ച് കുറവാണ്, ഫോണിലെടുത്തതാണ്. എന്നാലും ഒരു ബേസിക് ഐഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഈ കാണുന്നത് ആദ്യം ടാങ്ക് വാങ്ങിച്ചപ്പോൾ ഉള്ള വീഡിയോ ആണ്. അത്യാവശ്യം ടാങ്ക് കുറച്ച് ഡേർട്ടി ആയിട്ടാണ് കിട്ടിയത്. കുറച്ച് വില കുറച്ച് കിട്ടിയത് കൊണ്ട് അതങ്ങനെ വാങ്ങിച്ചു എന്ന് മാത്രം. ഞാൻ തന്നെ പ്ലംബിങ് ചെയ്തുകൊണ്ട് ലെവലൊക്കെ കുറച്ച് മോശമാണ്, എന്നാലും വെള്ളം വരുന്നുണ്ട്. IBC ടാങ്കിൽ നിന്ന് ത്രെഡ് ചെയ്യാവുന്ന ഒരു കണക്ടറാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് വന്നിട്ട് 2 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ചിലേക്കുള്ള ഒരു അഡാപ്റ്ററും അതിനുശേഷം അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. IBC ടാങ്കിൽ നിന്ന് വരുന്ന ത്രെഡ് കുറച്ച് വലിപ്പമുള്ളതാണ്, ഇതിൻ്റെ കുറച്ച് കുറവാണ്. എന്നാലും സോൾവെൻ്റ് ഒഴിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് അതൊരു പ്രോബ്ലം ഇല്ല. ഇപ്പം 4 ടാങ്കും ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ ഫ്ലോ കുറച്ച് കുറയ്ക്കാൻ വേണ്ടി 1 ഇഞ്ചിലേക്ക് ചേഞ്ച് ചെയ്തതാണ്. 4 ടാങ്കിൽ നിന്നുള്ള കണക്ഷൻ വന്നിട്ട് ഇവിടെ ഒരു മെയിൻ വാൽവ് വെച്ചതാണ്. ഏതെങ്കിലും ഒരു ടാങ്കിൻ്റെ വാൽവിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ ഈ വാൽവ് വെച്ച് വെള്ളം വരുന്നത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്തതാണ്. ഇതിവിടെ ഒരു എക്സ്ട്രാ ഔട്ട്പുട്ട് കൊടുത്തതാണ്. എന്തെങ്കിലും കാരണവശാൽ ഫിൽറ്ററിൽ നിന്ന് വെള്ളം പുറത്തേക്ക് കളയണമെങ്കിൽ അതുവഴി കണക്ട് ചെയ്തിട്ട് കളയാം. ഇല്ലെങ്കിൽ ടാങ്കിൽ നിന്ന് വെള്ളം കളയണമെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. ഇത് ഫിൽറ്ററിൻ്റെ ആദ്യത്തെ VP-യിലേക്കുള്ള കണക്ഷനാണ്. അതിപ്പോൾ റെഗുലർ കണക്ടർ വെച്ചിട്ട് MC-യിൽ വെച്ച് ക്ലോസ് ചെയ്തതാണ്. ഇത് ഫിൽറ്ററിൻ്റെ അകത്തേക്കുള്ള ഫസ്റ്റ് ഇതാണ്. അത് ആ പൈപ്പിനൊരു ടാങ്കിൻ്റെ അടിവരെ എത്തില്ല, കുറച്ചുകൂടെ മുകളിലായിട്ട് ഒരു 1.5 അടി മുകളിലായിട്ട് ആ പൈപ്പ് ഉണ്ടാവും. ഇത് ഫസ്റ്റ് മീഡിയം ആണ്. ഇഷ്ടിക ഞാൻ കഷ്ണമായി പൊടിച്ചെടുത്തതാണ്. പഴയ ബക്കറ്റിലോട്ട് ആ ഫിൽറ്റർ മീഡിയം വെച്ചിട്ട് അതിനുള്ള പൈപ്പാണ് കാണുന്നത്. ഇപ്പോൾ ആ പൈപ്പിൽ ചെയ്തിരിക്കുന്നത് വെച്ചാൽ സെൻട്രിഫ്യൂഗൽ പൈപ്പ്, ഇത് ഫിൽറ്ററിംഗ് എന്ന് പറയും. വെച്ചാൽ വെള്ളം കലങ്ങിയിട്ട് ഹെവി ആയിട്ടുള്ള വേസ്റ്റ് മുഴുവൻ താഴെ നമ്മൾ ഏതാണോ മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത് അതിലേക്ക് അടിയും. ഇപ്പോൾ ഇതിന് പകരം ബേബി മെറ്റലൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇഷ്ടിക അങ്ങനെ ചെയ്തു നോക്കിയാണ്. പുഴമണ്ണോ ചരൽക്കല്ലോ ഒക്കെ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് തോന്നുന്നു. അത് അടുത്ത തവണ ചെയ്തു നോക്കണം. ആ ഫിൽറ്ററിൻ്റെ പൈപ്പ് ഒരിക്കലും സോൾവെൻറ്റ് ചെയ്ത് അടയ്ക്കരുത്. പോലെയുള്ള പൈപ്പ് കണക്ട് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അത് ക്ലീൻ ചെയ്യണമെങ്കിൽ അത് ഊരി മാറ്റാനായിട്ട് സോൾവെൻറ്റ് ചെയ്യരുത്. ഞാൻ ആ ഫിൽറ്ററിൻ്റെ അകത്തേക്കുള്ള ഒരു പൈപ്പുകളും സോൾവെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഇത് അതിൻ്റെ മുകളിൽ യൂസ് ചെയ്തതാണ്. കിണർ മൂടാൻ കിട്ടുന്ന, അല്ലെങ്കിൽ ഈ കൊതുകിന് വേണ്ടിയിട്ട് പൈപ്പിൽ അടിക്കാവുന്ന രീതിയിലുള്ള നെറ്റാണ്. ചെറിയ തരിയാണ്. അതിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പം ഈ സെൻട്രിഫ്യൂഗലായിട്ട് യൂസ് ചെയ്താലും കുറേയധികം വേസ്റ്റ് പൊങ്ങിപ്പോരും. അപ്പോൾ അവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചത്. ഇതൊരു വലയിൽ കെട്ടിയിട്ടാണ് ഞാൻ ഇട്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യത്തിന് ക്ലീൻ ചെയ്യണമെങ്കിൽ അത് മൊത്തമായിട്ട് എടുത്ത് മാറ്റാം. അതിൻ്റെ മുകളിൽ വെക്കാനാണ് ഞാൻ സ്പോഞ്ചസ് യൂസ് ചെയ്തത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഷ്യൻ കടയിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഇത് ഏകദേശം 4 ഇഞ്ച് തിക്നെസ് ഉള്ള സ്പോഞ്ചാണ്. ഞാനൊരു 2 പീസോളം അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഇതേ സൈസിലുള്ള. ഇപ്പം ഞാൻ സൈഡ് കട്ട് ചെയ്തിട്ടാണ് കയറ്റിയത്. ഇതിന് പകരം അതിൻ്റെ അകത്ത് ഹോൾ ഉണ്ടാക്കി ഫസ്റ്റിൽ കയറ്റാമെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് പൈപ്പ് അതിൻ്റെ ഇടയിലൂടെ കയറ്റിയാൽ മതി. ഇത് ആദ്യം വെച്ച സ്പോഞ്ചാണ്. ഇത് രണ്ടാമത് വെച്ചത്. സ്പോഞ്ച് വെള്ളം നിറയുമ്പോൾ പൊങ്ങിപ്പോവും, നല്ല പണി കിട്ടും. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ നല്ല വെയിറ്റ് ഉള്ളത് നോക്കി 2 കട്ട വെച്ചേക്കണം. ഇത് ഈ ടാങ്കിൽ നിന്നുള്ള ഓവർഫ്ലോ ആണ്. ഫിൽറ്റർ ചെയ്ത വെള്ളം ഇതുവഴിയാണ് വരുന്നത്. ഇത് ടാങ്ക് കണക്ടർ എന്നും പറഞ്ഞ് പ്ലംബിംഗ് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ സുഖം എന്താണെന്ന് വെച്ചാൽ നടുക്കുള്ള പിരി ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാങ്ക് മൊത്തമായിട്ട് ആ ഒരു വീപ്പ മൊത്തമായിട്ട് മാറ്റി വെക്കാൻ പറ്റും. അതുകൊണ്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ലീക്കോ വീപ്പൊക്കെ ഉണ്ടായാലും നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇത് രണ്ടാമത്തെ പൈപ്പാണ്. അത് ഫിൽറ്റർ എന്താ പറയുക, സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇതിൻ്റെ പൈപ്പ് വന്നിട്ട് ടാങ്കിൻ്റെ ഏറ്റവും അടിവരെ പോകും. ഏറ്റവും താഴെ ഇതിൻ്റെ അകത്ത് സെറാമിക് റിങ്ങും ഈ ഇഷ്ടികയുടെ പീസസും ഇട്ട് ഒരു 2-3 ഇഞ്ചോളം ഹൈറ്റിൽ അതുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നൈലോൺ സ്ക്രബ്ബർ വരും.
അതിൻ്റെ മുകളിലാണ് ആ സ്പോഞ്ച് ഇട്ടിരിക്കുന്നത്. നൈലോൺ സ്ക്രബ്ബേഴ്സ് ആണത്. 200ഓളം നൈലോൺ സ്ക്രബ്ബേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. അതിൻ്റെ മുകളിൽ ആ സ്പോഞ്ച് ഇട്ടിരിക്കുന്നു. ഇത് വീണ്ടും അതേപോലെ ഫോം കട്ട് ചെയ്ത സ്പോഞ്ചാണ്. അതിലും 2 പീസോളം യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും കട്ട വെച്ചടച്ചതാണ്. ഇതൊന്ന് ക്ലീൻ ആയിട്ട് ഓവർഫ്ലോ വഴി വെള്ളം പുറത്തോട്ട് വരും. ടാങ്ക് കണക്ടർ വെച്ച് കണക്ട് ചെയ്തതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നേരിട്ട് കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ ഒരു ചെറിയ പരിമിതി ഉള്ളതുകൊണ്ട് അതിനിങ്ങനെ ഒരു കണക്ട് ചെയ്ത് അടുത്ത വീപ്പിലേക്ക് ഇങ്ങനെ കൊടുത്തു എന്ന് മാത്രം. അതിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിലാണ് നമ്മുടെ അവസാനത്തെ ക്ലീനായ വെള്ളം വരുന്നത്. ഇതിപ്പോൾ പാത്രത്തിൻ്റെ അടപ്പ് വീഡിയോയ്ക്ക് വേണ്ടി തുറന്നു വെച്ചാണ്. മുകളിലൊരു നെല്ലിമരം ഉണ്ട്, അതിൻ്റെ ഇല വീണുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന സബ്മേഴ്സിബിൾ മോട്ടർ. RS ഇലക്ട്രിക്കലിൻ്റെ ആണ്. ഒരു 40 വാട്ട്സിൻ്റെ, ഒരു 2 മീറ്ററോളം ത്രോ ഉണ്ട്. ടെസ്റ്റ് ചെയ്തതിന് ശേഷം തോന്നിയത് നമുക്കൊരു 40 വോൾട്ടിൻ്റെ ആവശ്യമില്ല ഇതിന്. ഒരു 25 വോൾട്ടിൻ്റെ മോട്ടറാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യും. അപ്പോൾ അതിനൊരു 3/4 ഇഞ്ചിൻ്റെ ഫ്ലെക്സിബിൾ ഹോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെടിക്ക് നനയ്ക്കാൻ ഉപയോഗിക്കുന്ന പോലത്തെ ഹോസ്. ഒന്ന് ചൂടാക്കി കയറ്റിയിട്ട് ടൈറ്റ് ചെയ്തതാണ്. അറേഞ്ച് ടു 3/4 ഇഞ്ച് ഒരു അഡാപ്റ്റർ കൊടുത്തിട്ട് 3/4 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 4 ടാങ്കിലേക്കും പോകുന്നുണ്ട്. 4 എണ്ണത്തിന് 4 വാൽവ് വീതം കൊടുത്തിട്ടുണ്ട് ടാങ്കിലേക്ക് വരാനായിട്ട്. വെള്ളത്തിൻ്റെ ഫ്ലോ നമ്മളൊന്ന് കുറച്ചധികം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ലാസ്റ്റത്തെ വീപ്പിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നതിൻ്റെ ടൈം, എന്താ പറയുക, വെള്ളം പമ്പ് ചെയ്യുന്ന ലെവൽ കൂടാതെ നോക്കണം. ചില 40 വോൾട്ടിൽ ഫുൾ പമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ, ഫുൾ പമ്പിൽ ഇത് 4 വാൽവും തുറന്നിട്ട് കഴിഞ്ഞാൽ വെള്ളം വരുന്നതിനേക്കാൾ സ്പീഡിൽ അത് പമ്പ് ചെയ്ത് കളയും. അതൊന്ന് നോക്കിക്കോണം. അത് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പരിഹരിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ചെയ്തു വെച്ചത്. കഴിഞ്ഞൊരു 2 ആഴ്ചയായി വലിയ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ തരാനുണ്ടെങ്കിൽ തരിക.